നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒരു അപമാനം ഒരു ചരിത്രം മാറ്റി. രത്തൻ ടാറ്റയുടെ ഒരു കഥ കേട്ടാലോ? ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. മാരുതിയും ഹുണ്ടായും ആധിപത്യം പുലർത്തിയിരുന്ന ഇന്ത്യയിലെ കാർ വിപണിയിലേക്ക് ടാറ്റ ഗ്രൂപ്പ് കടക്കാൻ ആഗ്രഹിച്ചു. ഒരു വിദേശ പങ്കാളിയുമായി സഹകരിക്കുന്നതിനു പകരം തദ്ദേശീയമായി കാർ വികസിപ്പിക്കാൻ രത്തൻ ടാറ്റ തീരുമാനിച്ചു. അങ്ങനെ 1998 ഇൻഡിക്ക കാർ ജനിച്ചു. പക്ഷേ കാർ ലോഞ്ച് ചെയ്ത സമയം ശരിയായിരുന്നില്ല. ഒടുവിൽ ആ കാർ ബിസിനസിനെ തന്നെ വിൽക്കാൻ ടാറ്റ തീരുമാനിച്ചു. US-ലെ ഫോർഡ് മോട്ടോഴ്സ് ടാറ്റയുടെ കാർ ഡിവിഷൻ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു. ഇടപാടിന് അന്തിമ രൂപം നൽകാൻ ഫോർഡ് ആസ്ഥാനത്തേക്ക് രത്തൻ ടാറ്റയും ടീമും പോയി. അവിടെ വെച്ച് ഫോർഡ് ചെയർമാൻ ബിൽ ഫോർഡ് ടാറ്റയോട് ചോദിച്ചു, നിങ്ങൾക്ക് കാർ നിർമ്മാണത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു പാസഞ്ചർ കാർ ഡിവിഷൻ തുടങ്ങാൻ തീരുമാനിച്ചത്? അപമാനം ഏറ്റുവാങ്ങി രത്തൻ ടാറ്റയും ടീമംഗങ്ങളും ഇന്ത്യയിൽ തിരിച്ചെത്തി. തങ്ങളുടെ കാറിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ടാറ്റ തീരുമാനിച്ചു. ഇൻഡിക്ക V2 പുറത്തിറക്കി. ഇന്ധനക്ഷമതയും താരതമ്യേന കുറഞ്ഞ പരിപാലന ചെലവും ഈ കാറിനെ പ്രിയങ്കരമാക്കി. പിന്നീട് 9 വർഷങ്ങൾക്ക് ശേഷം 2008 മാന്ദ്യം ഫോർഡ് മോട്ടോഴ്സിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. ഫോർഡിന്റെ ബ്രിട്ടീഷ് ബ്രാൻഡുകളായ ജാഗോർ, ലാൻഡ് റോവർ എന്നീ കമ്പനികളെ $2.3 ബില്യൺ രത്തൻ ടാറ്റ വാങ്ങി. 2011 മുതൽ 2018 വരെയുള്ള കാലയളവ് കൊണ്ട് ജാഗോർ, ലാൻഡ് റോവർ ടാറ്റ ഗ്രൂപ്പിന് 14 ബില്യൺ പൗണ്ട് ലാഭമുണ്ടാക്കി. അപമാനിച്ചവരോട്, വേദനിപ്പിച്ചവരോട് പ്രതികാരം നല്ലതാണ്. അതെപ്പോഴും മധുരതരവുമാണ്. പക്ഷേ അത് വ്യക്തികളോടല്ല വേണ്ടത്, പകരം അവസ്ഥകളോടാണ്, സാഹചര്യങ്ങളോടാണ്. പ്രൂവ് ദ സക്സസ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.